നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, ഒന്നാം പാദ നക്ഷത്ര ജാതരുടെ 2025 നവംബർ ഡിസംബർ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, ഒന്നാം പാദ നക്ഷത്ര ജാതരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു ചിങ്ങക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ കൂടി ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. വ്യാഴത്തിൻ്റെ ഒരു രാശി എന്ന് പറയുന്നത് 11ാം ഭാവത്തിലും, അതുപോലെ തന്നെ രാഹു 7-ലും, ശനി 8-ലും, കേതു ജന്മത്തിലും ഒക്കെ സഞ്ചരിക്കുന്നു. വ്യാഴത്തിനാണെങ്കിൽ അതിചാരസ്ഥിതി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ വക്രഗതിയും ഉണ്ടാകും. ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു ചരരാശി ഫലം പറയുമ്പോൾ നമുക്ക് ആദ്യം മകം നക്ഷത്ര ജാതകരുടെ 2025 നവംബർ മാസ ജ്യോതിഷ ഫല സാധ്യതയിലേക്ക് കടക്കാം. നവംബർ മാസം എന്ന് പറയുന്നത് മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പ്രവാസ ജീവിതത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട്. കുടുംബപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ പരിഹരിച്ച് പോകാൻ സാധിക്കുകയും ചെയ്യും. ധനപരമായിട്ടുള്ള ദുർച്ചിലവുകളെ കരുതി ഇരിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില അനുഭവങ്ങൾക്കിടയുണ്ട്. പാപകർമ്മങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യസാധ്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകളിലൊക്കെ അബദ്ധങ്ങൾ പിണയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ക്ഷതപതനാദി ദുഃഖങ്ങൾ വരാതിരിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കൂടെ പുലർത്തേണ്ടതാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമവും ധർമ്മവും വിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു മനഃശക്തി ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഏറെ ഐശ്വര്യമാണ് 11ലെ വ്യാഴം എന്ന് പറയുന്നത്. 10ലെ വ്യാഴത്തേക്കാൾ ഏറെ ഭേദമാണ് 11ലെ വ്യാഴം. 11ലെ വ്യാഴം വളരെയേറെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നൽകുമെന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം. ഐശ്വര്യവർദ്ധനവ്, ദാമ്പത്യ കലഹങ്ങൾക്ക് പരിഹാരം, രോഗദുരിതങ്ങൾക്ക് ശമനം തുടങ്ങിയിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ പറയാവുന്നതാണ്. ദോഷപരിഹാരമായിട്ട് നമ്മൾ കുലദൈവത പ്രീതി വരുത്തുക, അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇനി മകനക്ഷത്രജാതരുടെ 2025 ഡിസംബർ മാസത്തിലെ ജ്യോതിഷ ഫലത്തിലേക്ക് വരുമ്പോൾ, ദാമ്പത്യപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളിൽ ഏറെ വിട്ടുവീഴ്ചയോടുകൂടിയുള്ള ഒരു സമീപനം വേണം. യാത്രാവേളകളിൽ ദുരിതമയമാകാതിരിക്കുവാൻ വേണ്ടുന്ന ജാഗ്രത പുലർത്തണം. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾക്ക് പാത്രീഭൂതരാകേണ്ടായി വന്നേക്കാം. അവയിലും കൂടുതലായിട്ട് മനോദുഃഖത്തിൻ്റെ കാര്യമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി പരിഹരിക്കപ്പെടുമെന്ന് പറയുന്ന ഒരു ബോധത്തിലൂടെ കടന്നു പോവുക. മംഗളകർമ്മങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അവയുമൊക്കെ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുത്തുകൊണ്ട് പോകാം. വിദേശത്ത് ജോലിക്ക് പോകാനോ പഠന വിഷയങ്ങളുമായിട്ട് ജോലിക്ക് പോകാനോ ഒക്കെ, പഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമായിട്ട് ഡിസംബർ മാസത്തെയും വിലയിരുത്താം. ദോഷപരിഹാരമായിട്ട് നമ്മൾ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുക. ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നിവയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പൂര നക്ഷത്രജാതരുടെ 2025 നവംബർ മാസത്തിലെ ജ്യോതിഷ ഫലസാധ്യത എടുത്താൽ, സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാവാനിടയുണ്ട്. ധനപരമായിട്ടുള്ള ചിലവുകൾ അധികരിച്ചിരിക്കും. പ്രത്യേകിച്ച് ദുർച്ചിലവുകൾ വർദ്ധിച്ചിരിക്കും. വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ്.
പ്രവാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുന്നതാണ്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും അലച്ചിലുമൊക്കെ ഉണ്ടായാലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ഏകദേശം കാര്യവിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. മനസ്സിലാഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ പരിശ്രമം അതികഠിനമായി ചെയ്യേണ്ടി വരും എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ദോഷപരിഹാരമായിട്ട് കുടുംബ പരദേവത പ്രീതി വരുത്തുക, പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. പൂരം നക്ഷത്രത്തിലെ 2025 ഡിസംബർ മാസത്തിലെ ജ്യോതിഷ ബല സാധ്യത ശ്രദ്ധിച്ചാൽ അമിതാവേശവും അമിത സാഹസികതയും അബദ്ധവും അപകടവും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദാമ്പത്യ മേഖലയിൽ വളരെയേറെ ക്ഷമയോടുകൂടെ തന്നെ മുന്നോട്ട് പോവുക. യാത്രാവേളകളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. ഏതു തരത്തിലുള്ള അപകീർത്തി സംബന്ധമായ വിഷയങ്ങൾ വന്നാലും അവയിലൊക്കെ മനസ്സ് ഉടയാതെ മനഃചാഞ്ചല്യമില്ലാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും കൊടുക്കണം. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു മാറാനിടയുണ്ട്. അതുകൊണ്ട് ധൈര്യസമേതം കാര്യങ്ങളെ നേരിടുക. ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും നിങ്ങളെ ബാധിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അങ്ങനെ തന്നെ ഫലം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. ദോഷപരിഹാരാർത്ഥം കുടുംബ പരദേവത പ്രീതി വരുത്തുക. ഇനി ഉത്രം 1-ാം നക്ഷത്രയാതിരുടെ 2025 നവംബർ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത പരിശോധിച്ചാൽ ദാമ്പത്യപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. ശാരീരികമുള്ള രോഗദുരിതങ്ങളെ ഭയക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് തൊഴിൽപരമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അതൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ്. സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചും ചില ആശങ്കകൾ ഉണ്ടാകാനിടയുണ്ട്. അമിതമായിട്ടുള്ള ചിലവുകൾക്കും സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി ഉത്രം 1-ാം നക്ഷത്രയായവരുടെ 2025 ഡിസംബർ മാസത്തിലെ ജ്യോതിഷ ഫലം ശ്രദ്ധിച്ചാൽ അമിതാവേശം അബദ്ധത്തിന് വഴിയൊരുക്കുമെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. യാത്രാവേളകളിൽ വളരെ ശ്രദ്ധിക്കണം. തൊഴിലില്ലാത്തവർ തൊഴിൽ തേടുമ്പോൾ കൊടുക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും കാരണങ്ങളെ സംബന്ധിച്ച് അപവാദ പ്രചരണങ്ങൾ ഉണ്ടായാൽ അതിൽ മനം നൊന്ത് വിഷമിക്കാതെ അതൊക്കെ അർഹിക്കുന്ന അഭിജ്ഞയിലൂടെ തള്ളിക്കളയുക. പ്രവാസ ജീവിതത്തിലേക്ക് പോകുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തിയാൽ അത് വിജയിക്കുന്നതാണ്. മംഗളകർമ്മങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അവയൊക്കെ മാറി കാര്യങ്ങൾ അനുകൂലത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. ദോഷപരിഹാരമായിട്ട് കുടുംബ പരദേവത പ്രീതി വരുത്തുക. ഇനി നമ്മൾ ചിങ്ങക്കൂറിൽപ്പെടുന്ന മകം, പൂരം, ഉത്രം 1-ാം നക്ഷത്ര ജാതികളുടെ പൊതുവെയുള്ള ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കിയാൽ ഇവർക്ക് നവംബർ മാസം എന്ന് പറയുന്നത് ചെറിയ ചില വെല്ലുവിളികളെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. അത് തൊഴിൽ മേഖലയിലായാലും ദാമ്പത്യ മേഖലയിലായാലും ഏത് കാര്യത്തിലും ഇവരെ ഒരു നിശ്ചയദാർഢ്യത്തിലൂടെ ഇറങ്ങി തിരിച്ചാൽ അവയുടെ പൂർണ്ണ വിജയം കാണുന്നതിന് മുൻപ് തന്നെ അവർക്കൊരു നിരാശ ബാധിക്കാനിടയുണ്ട്. അതൊരു പക്ഷേ കാലതാമസം കൊണ്ടുണ്ടാകുന്ന ഒരു നിരാശയായിരിക്കും. അത്തരം നിരാശകളിൽ നിന്നും മോചിതരാകാൻ വേണ്ടിയിട്ട് കുറുക്കു വഴികൾ തേടാതെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അല്പം താമസിച്ചാണെങ്കിലും വിജയം ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ വിവാഹ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളോ അപവാദങ്ങളോ ഒക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. അതൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള ഫലം തന്നെ കിട്ടും. വിദ്യാഭ്യാസ കാര്യത്തിലും വിദേശത്ത് പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ, വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പരിശ്രമത്തിൻ്റെ തോതനുസരിച്ച് വിജയം പറയാവുന്നതാണ്. കാരണം ഇവിടെ ഭാഗ്യകടാക്ഷം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം വിജയം ഉണ്ടാകുമെന്ന് പറയുന്നൊരവസ്ഥയല്ല. പരിശ്രമത്തിൻ്റെ തോത് എത്രത്തോളം ഉയർന്നിരിക്കുന്നതോ അത്രത്തോളം പ്രവർത്തന വിജയം നേടിയെടുക്കാൻ ശ്രമിക്കും. ഈശ്വരാധീനം കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നല്ലതാണ്. കുടുംബാംഗങ്ങളുമായിട്ടോ മാതാവുമായിട്ടോ പിതാവുമായിട്ടോ ഒക്കെ ഏതെങ്കിലും കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ വലിയ പർവ്വതീകരിച്ച് വലിയ വിഷയങ്ങളാക്കി എടുക്കാതെ അതൊക്കെ കഴിവതും വേഗത്തിൽ തന്നെ പറഞ്ഞ് തീർത്ത് സെറ്റിൽ ചെയ്തുകൊണ്ട് പോകുവാനുള്ള ഒരു പക്വത ആർജിച്ചാൽ കുടുംബപരമായിട്ടും വലിയ പ്രതിസന്ധികൾ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം.
മറ്റുള്ളവരുടെ ബാക്കി കേട്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് പണം മുടക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്ത് പോകുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്കത്ര ബോധ്യമില്ലാത്ത ഒരു ഏജൻസിക്ക് പണം കൊടുത്ത് വഞ്ചിക്കപ്പെടാനോ ഒന്നും നിൽക്കാതെ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ആ കാര്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കി മാത്രം ധനപരമായിട്ടുള്ള ചിലവുകൾ നിർവഹിക്കുന്നതായിരിക്കും നല്ലത്. പ്രണയ വിഷയങ്ങളിൽ ഒരു ചാഞ്ചാട്ടം വരാനിടയുണ്ട്. കാരണം എടുത്തിരുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ പുനർവിചിന്തനം പല കാര്യത്തിലും നടത്തുന്നതായിട്ടും ഈ കാലഘട്ടത്തിൽ കണ്ടേക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പരിശ്രമിച്ചിട്ട് അത് നടക്കാൻ സാധ്യത കുറവാണെന്ന് കണ്ടാൽ ഏതെങ്കിലും കുറുക്കു വഴിയിലൂടെ പോയി നമുക്കത് നേടാമെന്ന് പറയുന്ന തരത്തിലേക്ക് ചിന്തിക്കുന്നത് നല്ലതല്ല. അത്തരം ചിന്തകളുമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കാര്യങ്ങളെ ഏകദേശം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഒഴിവാക്കുക. അതുപോലെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ എടുക്കുന്നവർ അത് മറന്നു പോകാതെ കൃത്യസമയത്ത് തന്നെ കഴിക്കുവാനുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കുക. അതായത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ കയ്യെത്തും ദൂരത്തും വന്നിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലുള്ള അവസ്ഥ നമുക്ക് തോന്നിയേക്കാം. അതൊരു പരിധിവരെ അമിത ആത്മവിശ്വാസം നമ്മളെ കൊണ്ട് അപകടത്തിൽ ചാലിക്കുന്നതാണ് എന്നതാണ് വസ്തുത. അപ്പം അത്തരത്തിലുള്ള അമിത ആത്മവിശ്വാസത്തിൽ കുടുങ്ങാതെ കാര്യങ്ങൾ നമ്മളുടെ കസ്റ്റഡിയിൽ തന്നെ നിർത്തി അത് ഗുണകരമായി മാറ്റിയെടുക്കുവാൻ വേണ്ടുന്ന പരിശ്രമവും അതിന് വേണ്ടുന്ന ഒരു നിശ്ചയദാർഢ്യവും പുലർത്തിയാൽ ഏത് കാര്യത്തിലും വിജയം പ്രതീക്ഷിക്കാം. ഇതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമിത സാഹസികത, അമിത ആവേശം, അതുപോലെ തന്നെ വാഹനത്തിൽ ഓടിക്കുകയാണെങ്കിൽ അമിത വേഗത, ഇവയൊക്കെ നമ്മൾ കർശനമായിട്ട് നിയന്ത്രിക്കണം. നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാനിടയില്ല. ജലജന്യ രോഗങ്ങളായിട്ടുള്ള ജലദോഷം പോലുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം, വൈറൽ പനിയോ പോലുള്ളതൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കാര്യങ്ങൾ ഏകദേശം വിജയത്തിലെത്തിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ദോഷപരിഹാരമായിട്ട് നമ്മൾ കേതു, രാഹു, വ്യാഴ, ശനി പ്രീതിയാണ് വരുത്തേണ്ടത്. ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രീതി വരുത്തുവാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് അവരവരുടെ കുലദേവത, ഭരദേവത, ദേശദേവത, ഗ്രാമദേവത തുടങ്ങിയ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുക. അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അച്ഛനപ്പൂപ്പന്മാരായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുക. അത്തരം ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഊർജ്ജം വീണ്ടെടുക്കാൻ സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രത്യേക കഴിവും ആർജവും ഒക്കെ നമ്മളിൽ വന്ന് നിക്ഷിപ്തമാകുന്നതാണ്. അത്തരത്തിൽ നമുക്ക് കാര്യങ്ങളെ അതിജീവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് ഈ 2025 നവംബർ ഡിസംബർ മാസങ്ങളെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വിലയിരുത്താവുന്നതാണ്. ഇതാണ് നമുക്ക് ഇവിടെയുള്ള സൂചിപ്പിക്കുന്ന കാര്യം.